നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോളജി വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ശുക്രഗ്രഹത്തെക്കുറിച്ചാണ്. ശുക്രൻ എന്ന് പറയുന്നത് ആകാശത്ത് തെളിയുന്ന വെറുമൊരു ഗ്രഹം മാത്രമല്ല. ജീവിതത്തിലെ സ്നേഹം, സൗന്ദര്യം, കലാപ്രതിഭ, സമ്പത്ത്, കുടുംബസൗഖ്യം ഇവയെല്ലാം ശുക്രൻ്റെ അനുഗ്രഹത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ശുക്രൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ ജീവിതം മനോഹരവും സമൃദ്ധവുമായി തീരുന്നത്. പക്ഷേ പലർക്കും ഒരു സംശയം വരാം, എന്തുകൊണ്ടാണ് എനിക്ക് ആ അനുഗ്രഹം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കാത്തതെന്ന്. ഇത് വളരെ ഗൗരവമായി നോക്കേണ്ട ഒരു കാര്യമാണ്. കോപം, അഹങ്കാരം, അസൂയ, അത്യാർത്തി ഇവയെല്ലാം ശുക്രൻ്റെ പ്രകാശത്തെ തടസ്സപ്പെടുത്തും. സ്ത്രീകളെ ആദരിക്കാത്ത മനോഭാവം, കലയുടെ മൂല്യം മനസ്സിലാക്കാത്ത സമീപനം, ധാർമ്മികതയിൽ വരുന്ന വീഴ്ചകൾ ഇവയെല്ലാം ശുക്രാനുഗ്രഹത്തെ കുറയ്ക്കും. പഴയ കർമ്മഫലങ്ങളെല്ലാം പലപ്പോഴും തടസ്സമായി കാണാറുണ്ട്. എന്നാൽ ഇതിന് പരിഹാരം വളരെ ലളിതമാണ്. വിനയം പാലിക്കുക, മനസ്സിൽ ശുദ്ധി വളർത്തുക, സ്ത്രീകളെയും കുട്ടികളെയും കുടുംബജീവിതത്തെയും ആദരിക്കുക, കലയ്ക്കും സൗന്ദര്യത്തിനുമൊക്കെ വില കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശുക്രൻ്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ശക്തമായി വരും. അപ്പോൾ നമ്മുടെ ജീവിതം വെറും ദിവസങ്ങൾ മാത്രമല്ല, സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു യാത്ര തന്നെയായി മാറും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരും അശ്വതി മുതൽ രേവതി വരെയുള്ള ശുക്രാനുഗ്രഹം നേടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന് അനുയോജ്യമായ ചെറിയ ചെറിയ മാർഗങ്ങൾ പിന്തുടരുമ്പോൾ ശുക്രൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ശക്തമായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തുടങ്ങാം. അശ്വതി നക്ഷത്രക്കാർ കലാപ്രതിഭയുള്ളവരും സ്നേഹപൂർവമായ മനസ്സുള്ളവരുമാണ്. ശുക്രാനുഗ്രഹം നേടാൻ പാലും വെളുത്ത വസ്ത്രവും ദാനം ചെയ്യുക, ദേവീദേവന്മാരെ ആരാധിക്കുക, ഓം ശുക്രായ നമഃ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഭരണി നക്ഷത്രക്കാരിൽ കലയും സൗന്ദര്യവും നിറഞ്ഞിരിക്കും. ശുക്രാനുഗ്രഹം നേടാൻ സ്ത്രീകളെ ആദരിക്കുക, സുഗന്ധ പുഷ്പങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും ദാനം ചെയ്യുക, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുഭ്രവസ്ത്രം ധരിച്ച് പൂജ ചെയ്യുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വൈകുന്നേരം വിളക്ക് തെളിയിക്കുക, കലാപ്രതിഭ വളർത്താൻ ശ്രമിക്കുക, അർഹരായവർക്ക് വസ്ത്രം ദാനം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ തൊഴിലും കുടുംബസൗഖ്യവും മെച്ചപ്പെടും. രോഹിണി നക്ഷത്രക്കാർ ശുക്രൻ്റെ സ്വന്തം നക്ഷത്രക്കാരാണ്. വെളുത്ത പൂക്കൾ ശുക്രന് സമർപ്പിക്കുക, സംഗീതം, നൃത്തം തുടങ്ങിയ കലാപ്രവർത്തനങ്ങൾ ചെയ്യുക, സ്ത്രീകളെയും കുടുംബജീവിതത്തെയും ആദരിക്കുക. ഇങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ സമ്പത്തും സൗന്ദര്യവും വർദ്ധിക്കും. മകയിരം നക്ഷത്രക്കാർ ശുക്രാനുഗ്രഹം നേടാൻ സ്ത്രീകൾക്ക് മധുര പലഹാരം കൊടുക്കുക, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുക, കലയുടെ വഴിയിലൂടെ ജീവിതത്തിൽ സമൃദ്ധി നേടാൻ ശ്രമിക്കുക. തിരുവാതിര നക്ഷത്രക്കാരുടെ മനസ്സ് പലപ്പോഴും ചഞ്ചലമായിരിക്കും. ശുക്രാനുഗ്രഹം നേടാൻ കുടുംബത്തിൽ സൗഹൃദം വളർത്തുക, സഹജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക, വീട്ടിൽ ശുദ്ധിയും സമാധാനവും പാലിക്കുക. പുണർദം നക്ഷത്രക്കാർക്ക് ശുക്രാനുഗ്രഹം നേടാൻ വീടും മനസ്സും ശുദ്ധമാക്കണം. വെള്ളരി അല്ലെങ്കിൽ പാൽ ദാനം ചെയ്യുക, സത്യവും വിനയവും പാലിക്കുക. പൂയം നക്ഷത്രക്കാർക്ക് ധാർമ്മികമായ ജീവിതം തന്നെ ശുക്രാനുഗ്രഹത്തിന് വഴിയാണ്. സ്ത്രീകളെ ആദരിക്കുക, ഭക്തിപൂർവമായ പ്രവൃത്തികൾ ചെയ്യുക. ഗുരുക്കളെ ആദരിക്കുന്നത് വലിയ ഫലങ്ങൾ നൽകും. ആയില്യം നക്ഷത്രക്കാർക്ക് ശുക്രാനുഗ്രഹം നേടാൻ അനാഥർക്കോ വിധവകൾക്കോ സഹായം നൽകുക, കരുണയും കാരുണ്യവും വളർത്തുക, സ്ത്രീകളോടുള്ള ബഹുമാനം നിലനിർത്തുക. മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗുരുക്കളുടെ അനുഗ്രഹം പ്രധാനമാണ്. ഗുരുവിനെ ആദരിക്കുക, കലാപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക, ശുക്രനെ പ്രാർത്ഥിക്കുക. പൂരം നക്ഷത്രക്കാർ ശുക്രാനുഗ്രഹം നേടാൻ സ്ത്രീകൾക്ക് വസ്ത്രമോ അലങ്കാര വസ്തുക്കളോ ദാനം ചെയ്യുക, കുടുംബ ബന്ധങ്ങൾ പരിപാലിക്കുക. ഉത്രം നക്ഷത്രക്കാർക്ക് ശുക്രാനുഗ്രഹം നേടാൻ സത്യവും വിനയവും പാലിക്കണം. പാലും അരിയും ദാനം ചെയ്യുക, കലാപ്രതിഭ വളർത്തുക.
അത്തം അത്തം നക്ഷത്രക്കാർ സേവാസ്വഭാവമുള്ളവരായിരിക്കണം. കൈകൊണ്ട് സേവനം ചെയ്യുക, കലാപ്രതിഭകൾ വളർത്തുക, വെളുത്ത പൂക്കൾ ശുക്രന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചിത്തിര നക്ഷത്രക്കാർക്ക് അലങ്കാര സൗന്ദര്യം പ്രിയം. ശുക്രാനുഗ്രഹം നേടാൻ വെളുത്ത പൂക്കൾ സമർപ്പിക്കുക, അലങ്കാര വസ്തുക്കൾ അർഹരായവർക്ക് ദാനം ചെയ്യുക. ചോതി നക്ഷത്രക്കാർ ശുക്രാനുഗ്രഹം നേടാൻ സാമ്പത്തികമായി പിന്നോക്കക്കാരെ സഹായിക്കുക. ഓം ശുക്രായ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുക. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദാമ്പത്യ സൗഖ്യം പ്രധാനമാണ്. ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ സമാധാനം പാലിക്കുക. അനിഴം നക്ഷത്രക്കാർ ശുക്രാനുഗ്രഹം നേടാൻ സുഹൃത്തുക്കളെ ആദരിക്കുക, ആർത്തവ വസ്തുതയിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകുക, കലാസേവനത്തിൽ പങ്കെടുക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർ അഹങ്കാരം കുറയ്ക്കണം, സ്ത്രീകളെ ആദരിക്കണം, കരുണാപൂർവമായ സമീപനം കൈക്കൊള്ളണം. ശുക്രനെ വെള്ളപ്പൂക്കൾ കൊണ്ട് ആരാധിക്കുന്നത് വലിയൊരു ഫലം നൽകും. മൂലം നക്ഷത്രക്കാർ ശുക്രാനുഗ്രഹം നേടാൻ സഹജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക, വനത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ പൂച്ചെടികൾ നടുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. പൂരാടം നക്ഷത്രക്കാർക്ക് കലാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് വലിയ ഫലങ്ങൾ നൽകും. സുഗന്ധ പുഷ്പങ്ങൾ ശുക്രൻ സമർപ്പിക്കുക, സ്ത്രീകളെ ആദരിക്കുക. ഉത്രാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ വിനയം വളർത്തണം, വിദ്യാർത്ഥികളെ സഹായിക്കണം, ധാർമ്മിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം. ഇവയൊക്കെ ചെയ്താൽ ശുക്രാനുഗ്രഹം ജീവിതത്തിൽ അനുഭവിക്കും. തിരുവോണം നക്ഷത്രക്കാർക്ക് ശുക്രാനുഗ്രഹം നേടാൻ വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ശുദ്ധ വസ്ത്രം ധരിക്കുക, സ്ത്രീകളെ ആദരിക്കുക. അവിട്ടം നക്ഷത്രക്കാർ കലാപ്രതിഭ വളർത്തുക, വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക, ശുക്രനെ ദിനവും പ്രാർത്ഥിക്കുക. ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഹൃദം പ്രധാനമാണ്. സ്ത്രീകളെ സന്തോഷിപ്പിക്കുക, സംഗീതത്തിനും നൃത്തത്തിനും സമയം മാറ്റിവെക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശുക്രാനുഗ്രഹം നേടാൻ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സഹായം നൽകുക. ഓം ശുക്രായ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ ധാർമ്മിക സേവനങ്ങളിൽ പങ്കെടുക്കണം, ഗൃഹത്തിൽ വിളക്ക് തെളിയിക്കുക, സ്ത്രീകളെ ആദരിക്കുക. രേവതി നക്ഷത്രക്കാർ ശുക്രാനുഗ്രഹം നേടാൻ കരുണ വളർത്തണം, അനാഥർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകണം, സൗന്ദര്യത്തിനും കലയ്ക്കും വില കൊടുക്കണം. ഇങ്ങനെ ഓരോ നക്ഷത്രക്കാരും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശുക്രന്റെ അനുഗ്രഹം ജീവിതത്തിൽ ശക്തമായി അനുഭവിക്കാം. വലിയ യാഗങ്ങളോ വലിയ ചിലവുകളോ വേണ്ട. ഒരു പൂവ് സമർപ്പിക്കൽ, ഒരു വിളക്ക് തെളിയിക്കൽ, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൽ, സ്ത്രീകളെ ആദരിക്കൽ, ഇതുപോലുള്ള ലളിതമായ കാര്യങ്ങളാണ് ശുക്രനെ പ്രസാദിപ്പിക്കുന്നത്. ശുക്രന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ബന്ധങ്ങളിൽ സമാധാനം, ഹൃദയത്തിൽ സ്നേഹം, ജീവിതത്തിൽ സൗന്ദര്യം, വീട്ടിൽ സമൃദ്ധി, ഇവയെല്ലാം നിറയും. ശുക്രൻ ആകാശത്തിലെ വെറും ഒരു ഗ്രഹമല്ല, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യവും ജീവിതത്തിൻ്റെ മധുരവും കുടുംബത്തിലെ ഐശ്വര്യവും കലയുടെ മേളനവും എല്ലാം ചേർന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിനയം പാലിക്കാം, സ്ത്രീകളെയും കലാസൗന്ദര്യത്തെയും ആദരിക്കാം, ശുദ്ധമായ മനസ്സോടെ ദൈവത്തെ പ്രാർത്ഥിക്കാം. ഇങ്ങനെ ചെയ്താൽ ശുക്രഭഗവാന്റെ അനുഗ്രഹം ഒഴുകിയെത്തി ജീവിതത്തെ മനോഹരമായൊരു യാത്രയാക്കി മാറ്റും. എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. സ്നേഹത്തോടെയും ഭക്തിയോടെയും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.